ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇടയിൽ നിങ്ങൾക്കും തമ്മിൽ ഒരു പ്രത്യേക തരം ഒരു കണക്ഷൻ ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതായത് ജെനുവലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തൊക്കെയോ തരത്തിൽ ഭയങ്കര ഒരു സ്ട്രോങ് പുള്ളിങ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്, രണ്ടുപേർക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം സോൾ ലെവലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിലെ ആ ഒരു നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സർക്കംസ്റ്റൻസ്, അതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മാറിപ്പോയതാണ്. രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെന്നറിയാം, അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടമായിരുന്നു, ചിലപ്പോൾ ഒരാൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, ഇഷ്ടം തുറന്നു വന്നിട്ടില്ല, എങ്ങനെ എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഇവിടെ ഒന്നിക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു ആയ ഒരു നിങ്ങളുടെ ടീനേജ് സമയത്തോ അതല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണത്തിന് ശേഷമോ ചിലപ്പോൾ കണ്ടുമുട്ടിയതായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ, നിങ്ങളെന്നൊരു പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫ് കണ്ടിരുന്നു. മേ ബി ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് കൂടാം എന്ന രീതിയിലല്ല, ഒരു ഇമോഷണലി ഒക്കെ ഒരു ഫുള്ളി ഒരു സപ്പോർട്ട് ചെയ്തിട്ടൊരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഉള്ള ഒരു മൈൻഡിലാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ഒരു പേഴ്സൺ അന്ന് അതിനൊട്ടും തയ്യാറായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മേ ബി ഫാമിലി ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ല എങ്കിൽ ചിലപ്പോൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം, പഠിത്തമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഇവരുമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ജീവിതമൊക്കെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് അത്രയും ഡെപ്തിൽ നിങ്ങൾ ഇവരുടെ ഒരു പ്രസൻസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവരതിനൊന്നും തയ്യാറായിരുന്നില്ല എന്നൊരു എനർജിയാണ് നമുക്കിവിടെ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിൽ അതായത് ആ ഒരു പേഴ്സൺ അങ്ങനെ മാറിക്കുന്ന സമയത്ത് പോലും പലവട്ടം എന്താ പറയുക, ഈ ഒരു ബന്ധം അവസാനിച്ചെന്ന് തോന്നിയ തരത്തിലുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോണ്ടാക്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നതായിരിക്കും പക്ഷെ അതേപോലെ എക്സ്പ്രസ് അയാൾ ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിയെങ്കിൽ പോലും അകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് വളരെ നല്ലതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ഇല്ലാന്ന് കാണിച്ചാൽ പോലും അകത്ത് നല്ലതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ കാർഡ്സ് വെച്ചിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് സമയം എത്തിയിരിക്കുന്നു എന്നൊരു മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നാളായിട്ട് സംസാരിക്കാതിരുന്ന ആള്, അതല്ലെങ്കിൽ വളരെ നാളായിട്ട് തൻ്റെ ഫീലിങ്സ് വെളിയിൽ വെളിപ്പെടുത്താതിരുന്ന ഒരാള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരാനുള്ളൊരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ആ ഒരു കാർഡ്സിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ സഡൻ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതിന് പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ. നിങ്ങൾ ചോദിക്കും, പണ്ടൊരിക്കലും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ നടന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായിട്ട് പോലും എന്നോട് എന്തുകൊണ്ട് പറയാത്ത ആൾ ഇനിയിപ്പോൾ ചേഞ്ച് ആകുമോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു വ്യക്തി ഇപ്പോൾ പഴയതുപോലെ അല്ല. അവരുടെ ചിന്താഗതികളും അവരുടെ ഇഷ്ടങ്ങളും, അല്ലെങ്കിൽ അവരെന്തിനെയാണ് മുൻഗണന കൊടുത്തിരുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ്. ഇപ്പോൾ അയാളുടെ ഹൃദയത്തെ തന്നെ അറിയാനും കാണാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമിംഗ് ആണ്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എപ്പോഴും വരില്ല. അത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം അല്ലെങ്കിൽ എനർജി എന്താണോ നമുക്ക് ട്രിഗറിങ്ങിന്, നമ്മുടെ ലൈഫ് പേർപ്പസിന് നമുക്ക് വേണ്ടി ഈ ജന്മത്തിൽ എന്തൊക്കെയാണോ ആ ഒരു ആംഗിളിലോട്ടേ നമ്മൾ പോകത്തുള്ളൂ. നമ്മൾ എന്തൊക്കെ ഏതൊക്കെ
ഇടവിട്ട് വഴി കൂടെ പോയാലും നമ്മൾ ലാസ്റ്റ് നമ്മളുടെ എന്താണോ എന്തിനു വേണ്ടിയാണോ നിയോഗിച്ചിട്ടുള്ളത്, അല്ല ഇവിടെ ഈ ഒരു വേൾഡിൽ ഈ ഒരു ലൈഫിൽ എന്തൊക്കെയാണ്, അപ്പൊ അത് കിട്ടേണ്ടതാണ് നമുക്ക്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അപ്പൊ കിട്ടുന്നതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ ഒരു സമയത്ത് നിങ്ങളെ ട്രിഗർ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളെ തന്നെ തിരിച്ചറിയാനൊക്കെ വേണ്ടി ആയിരിക്കാം അന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു പേഴ്സണെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. പക്ഷെ ഇപ്പൊ ശരിക്കും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതായത് ആ ഒരു വ്യക്തി തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി അവരുടെ ചിന്താഗതികളൊക്കെ പൂർണ്ണമായും നേരത്തെ എന്തായിരുന്നു, അവർ എന്തിനൊക്കെയാണ് അവരുടെ ലൈഫിൽ മുൻഗണന കൊടുത്തിരുന്നത്, അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ കുടുംബം, ജോലി, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാതെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലോട്ടൊന്നും ഈ ഒരു റിലേഷൻഷിപ്പ് പോകാതിരുന്നതൊക്കെ. പക്ഷെ ഇപ്പോഴവര് അതിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അവര് കൂടുതലും നോക്കിയിരുന്ന അതിൻ്റെയൊക്കെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന മറ്റുള്ള കാര്യങ്ങളിൽ അതൊക്കെ ഇപ്പോൾ കൂടുതലും കുറഞ്ഞു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ പക്വതയോടുകൂടിയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും അവർക്ക് എന്താണ് ഇത്രയും നാളും പുറത്തുള്ളവർക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ അംഗീകരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും കൊടുത്ത് ജീവിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി കുടുംബത്തിനൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ അയാൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു പേഴ്സൺ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്നൊക്കെ ഇപ്പൊ അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ അയാൾ എന്തായിരുന്നു അയാളുടെ ജീവിതത്തിൽ വേണ്ടിയിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ മാറ്റി വെച്ച് അവരുടെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളാണ്, നിങ്ങളോട്ട് കണക്ട് ചെയ്യണം, നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ കൂടുതലായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ കോൺടാക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നത് കൂടെ എപ്പോഴും ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉടൻ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പേഴ്സണിൽ നിന്ന്. വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് കണക്ട് ചെയ്യണം, നിങ്ങളോടൊന്ന് എക്സ്പ്രസ് ചെയ്തില്ല, അവർ ഇത്രയും നാളും അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് അവർ നോക്കിയിരുന്നില്ല എന്നൊക്കെ കംപ്ലീറ്റ്ലി മാറി അവരുടെ മനസ്സും നിങ്ങളോടുള്ള ആ ഒരു കണക്ഷനൊക്കെ കൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും നിങ്ങളുടെ എനർജി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരിപ്പോൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിപ്പോൾ അവരെ തള്ളി മാറ്റുന്ന രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ്, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ കൂടുതലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തും അവരുടെ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് വേറെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ട് അവർ മാറിപ്പോയി. പക്ഷെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ആ ഒരു കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ഇപ്പോൾ ഇവരുടെ എനർജി ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ അവർ പോയൊരു സമയത്ത് നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരോട്. അതിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ ഒരുപാട് മാറി. പക്ഷേ ഇപ്പോൾ ശരിക്കും പറയുകയാണ് അവരുടെ മൈൻഡിലുണ്ടെങ്കിലും പതുക്കെ പതുക്കെ വന്ന് ഇപ്പോൾ നല്ല രീതിയിലായി. ഇപ്പോൾ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കാട്ടി കൂടുതൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട്. ഇപ്പം നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ലെവൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളെക്കാട്ടി ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണ്. നിങ്ങളില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്. നിങ്ങൾക്ക് തന്നെ അറിയാം അവർ നിങ്ങളെ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മൈൻഡിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഒരാൾക്ക് നമ്മളോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ മറച്ചു വെച്ചും മാറിയൊക്കെ പോയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരിക്കലും വീണ്ടും തിരിച്ചു വരും അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഇത്രയും നാൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും മാറ്റി നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ എത്രത്തോളം നിങ്ങളുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്കുള്ള. അപ്പോൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എന്നാൽ നിങ്ങളുടെ ആ ഒരു സംശയത്തോടു കൂടിയും അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടു കൂടിയൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് ഉള്ളിൽ. ആ ഒരു പേഴ്സൺ മാറി എന്ന് പറഞ്ഞാലും അത് തെളിയിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുടെ ആ ഒരു എനർജി. ഓക്കെ, നിങ്ങൾ മാറി, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നു, അതൊക്കെ ശരി. പക്ഷെ എനിക്കിപ്പോഴും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. ഞാൻ എത്രത്തോളം നിങ്ങളെ വിശ്വസിക്കും, നിങ്ങളതിനെ എനിക്ക് പ്രൂവ് ചെയ്ത്
എനിക്കിപ്പോഴും നിങ്ങളെ മനസ്സിലായിട്ടില്ല. ഇനി നിങ്ങൾ വീണ്ടും പോയാൽ അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾ ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചോദിക്കുകയും ചെയ്യും. ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കത് ട്രസ്റ്റ് വീണ്ടും കിട്ടാൻ വേണ്ടി കുറച്ച് നാൾ കൂടെ വേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷെ അവരോട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വളരെ മോശമായിട്ട് പെരുമാറാതിരിക്കുക. വരുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുക, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുക. നിങ്ങൾക്ക് നല്ലപോലെ സംശയം അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ അവരോട് പറയുക. പിന്നെ നിങ്ങൾ അവരെ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ പഴയ എല്ലാ സ്വഭാവങ്ങളും പഴയ ഇഷ്ടങ്ങളും എല്ലാം മാറ്റി ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത്ര ഇതിൽ തന്നെയാണ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ വരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് നിങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ ഒരു നെഗറ്റീവിലല്ല തിരിച്ചു വരുന്നത്, വളരെ ഇമോഷണലിയും എല്ലാ തരത്തിലും നിങ്ങളെ എടുത്തോട്ട് വരണമെന്ന് ഓർത്ത് തന്നെയാണ് വരുന്നത്. അവർ വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാലും ആരെത്ര പറഞ്ഞാലും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും അവർ ഓരോ കാര്യങ്ങളും അവർ വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് അങ്ങനെ തന്നെ വരും. പക്ഷെ എങ്കിലും അങ്ങനെ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പോകുമെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് തീർന്നിരിക്കുന്നു. താങ്ക് യു മിസ് ഓഫ് ഫാമിലി.